ദ ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ഒ ടി ടിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ. ഞാനത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കി. അല്ല ഒരു ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള പടം. എല്ലാവരും തീർച്ചയായിട്ടും ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ ഒരു പടം കണ്ടിരിക്കണ്ടേ, അങ്ങനത്തെ ഒരു പടമാണ്. കാരണം മറ്റിപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ക്രൈം, ഭയങ്കര വയലൻസ് നിറഞ്ഞ പടങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനും ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആവുന്ന രീതിയിലുള്ളൊരു പടം എന്ന് പറയില്ല. കണ്ടു കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു പടമാണ്. പക്ഷേ ആക്ച്വലി ദീസ് മൂവീസ് മർഡർ മിസ്റ്ററി, ഒരു മർഡർ മിസ്റ്ററി ആയിട്ട് പോലും നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുകയില്ല. നമുക്ക് ഭയങ്കര വയലൻ്റ് ആയിട്ടോ ഭയങ്കര ഒരു 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 അഡ്രിനാലിൻ റഷ് ആ ഒരു സെറ്റപ്പിലൊന്നും അല്ല ഈ സാധനം എടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു ഹാർട്ട് വാർമിങ്, ഭയങ്കര ഒരു ഫീൽ ഗുഡ് മോഡിലുള്ളൊരു സാധനം. ഒരാൾ മരിക്കുമ്പോൾ അതിനന്വേഷിച്ചിട്ട് കുറച്ച് ആടുകൾ ഇറങ്ങും. ആടുകളാണ് അതിൻ്റെ ഡിറ്റക്റ്റീവ്. സംസാരിക്കുന്ന കുറച്ച് ആടുകൾ. ഈ സംസാരിക്കുന്ന അനിമൽസിനെ വെച്ച് ഇതിനു മുമ്പും കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലത്തെ വെറുതെ ഒരു യെറ്റ് അനദർ മൂവി എന്ന രീതിയിലാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിലൊന്നും കാണാതിരുന്നത്. ആക്ച്വലി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു ജോണർ അത്രയ്ക്ക് അങ്ങനെ എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് മിസ്സായല്ലോ എന്ന് തോന്നിപ്പോയി. കാരണം വളരെ നല്ലൊരു പടമാണ്. ഇത് ആക്ച്വലി അപ്രിഷിയേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇനി വരേണ്ട രീതിയിലുള്ളൊരു സാധനമാണ്. കാരണം അവർ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. കാരണം ഈ മർഡർ മിസ്റ്ററി പോലുള്ള ജോണറിനെടുത്ത് ഈ രീതിക്ക് ഒരു പ്രോപ്പർ ഹാർട്ട് വാർമിങ് സാധനം കൊടുത്ത് നമുക്കൊരു പടം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മിസ്റ്ററി സോൾവ് ആയത് കൊണ്ടല്ല, നമുക്ക് ആ ഒരു അത്രയും നേരം നമ്മളെ കൊണ്ടുപോയി ആളാണ് കൊലയാളി എന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൗ ഫാക്ടറിലല്ല ഈ സിനിമ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ജേണിയാണ്. ഈ ആടുകൾക്കിടയിലുള്ള കുറേ ഒരു കമ്മ്യൂണിറ്റി പ്രശ്നങ്ങളും അവർ തമ്മിൽ കുറേ വിശ്വാസങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ആട്ടിയിടാനായിട്ട് വരുന്നത് നമ്മുടെ ഹ്യൂ ജാക്ക്മാനാണ്. ഹ്യൂ ജാക്ക്മാൻ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ആടുകളൊക്കെ പിടിച്ചിരുത്തിയിട്ട് കഥ പറയും. ഈ ഹൂ ഡൺ ഇറ്റ് പോലെയുള്ള കുറേ മർഡർ മിസ്റ്ററി ബുക്കുകളൊക്കെ തന്നെ വായിച്ചു കൊടുക്കലാണ് മൂപ്പരുടെ മെയിൻ പണി. സോ ഇങ്ങനെ കേട്ട് ഈ ആടുകൾക്ക് ഈ സാധനങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഡിറ്റക്റ്റീവ് കഴിവുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ മുഴുവനായിട്ട് പോവുക. ആൻഡ് ഈ ആടുകൾ പക്ക VFX ആണ്. ഒരു 100% VFX ആണ്. ഈ സിനിമയിൽ ആകെ എനിക്ക് തോന്നുന്നു ഒരു കോഴി ഇടയ്ക്ക് കയറി വരും. ഒരു റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു കോഴി വരും. ആ കോഴി മാത്രമാണ് ഈ സിനിമയിൽ ഐ തിങ്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള എനിമൽ. ബാക്കി എല്ലാം അതിൽ CG ആണ്. പക്ഷേ ഒരു സ്ഥലത്ത് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നില്ല. കാരണം അതിൻ്റെ ആ ഒരു മേക്കിംഗ് അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. VFX അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഒരു ലൈവ് ആക്ഷൻ പടം പോലെ ഉണ്ടാവും. നമ്മളൊരു പ്രോപ്പർ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ഈ പഴയ ജംഗിൾ ബുക്കൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ഒരു പ്രോപ്പർ ലൈവ് ആക്ഷനാണ്. പക്ഷേ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഇപ്പോൾ മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഈ ഈ ആടുകളുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആനിമേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ ആട് വെറുതെ ഡാൻസ് കളിക്കുന്നതായിട്ടോ തുള്ളിച്ചാടുന്നതായിട്ടോ ഒരുപാട് ഓവറാക്കി ചളാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവർ ഒരുമാതിരി ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സാധനം പിടിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആ ഒരു മോഷനും അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും വിൻഡടിക്കുമ്പോൾ ഈ ചെമ്മരിയാടാണ് അതിൻ്റെ ഈ ഒരു ഊളൊക്കെ ഇങ്ങനെ ഇളകുന്നു, മറ്റേ തൊലിപ്പുറത്തുള്ള സാധനമൊക്കെ അങ്ങനെ ഭയങ്കര ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരു സാധനം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്കൊരു ആനിമേറ്റഡ് മൂവിയാണെന്ന് ഒരിക്കലും തോന്നില്ല. പക്ഷേ ഇറ്റ്സ് ആൻ ആനിമേറ്റഡ് മൂവി അല്ലെങ്കിൽ ആനിമേറ്റഡ് ലൈവ് ആക്ഷൻ മൂവി. അത് ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്ര ഗംഭീരമായിട്ട് ഇതിൻ്റെ CG ചെയ്തിട്ടുണ്ട്. മെയിൻലി 2-3 ആടുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ കുറേ ആടുകളുണ്ടെങ്കിലും ഒരു മെയിൻ സെൻറ്റർ ഓഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2-3 ആടുകളാണ്. ഈ കേലബ് എന്നാണെന്ന് തോന്നുന്നു. പിന്നെ ലില്ലി, കേലബ് അല്ല വേറെ ഏതൊരു പേരാണ്, മോപ്പിൾ, ദെൻ ലില്ലി, ദെൻ ചെറിയൊരു വിൻ്റർ ഷീപ്പ് എന്ന് പറഞ്ഞൊരു കുഞ്ഞാടുണ്ട്. സോ ഓരോ ആടുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ആടുകളുടെ ഒരു 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 ബിഹേവിയർ ഉണ്ട്. ഇവർ മരിച്ചു പോയാൽ ക്ലൗഡായി മാറും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിനിമയിൽ ഇനീഷ്യലി പറഞ്ഞു പോകുന്നുണ്ട്. ഇത് സിനിമ കഴിയുമ്പോഴേക്കും ഈ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടാണ് സിനിമ എൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസമായിരുന്നു. നമുക്ക് പടം ഒരു പ്രോപ്പർ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപോലെ നമുക്ക് തോന്നും. ആ ഒരു മിസ്റ്ററി സോൾവ് ആയതിലല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ആക്ച്വലി നമുക്ക് ആ ഒരു സ്ഥലത്തിരിക്കണം എന്നൊക്കെ ഇപ്പോൾ തോന്നും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടവും കുറേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സൊക്കെ തന്നു പോയിട്ടുള്ളൊരു പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് റിഫ്രഷ് ആവാൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ആവാനൊക്കെ ഉള്ളൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ വൺസ് ഇൻ എ വൈൽ ഇങ്ങനത്തെ പടങ്ങൾ തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം. എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട്. ഐ തിങ്ക് തമിഴ് ഡബ് അടക്കം അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ ചെറിയ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.